ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു വീക്കെൻഡ്, ഒരു സൺഡേ, പൊതുവേ അതല്ലാത്ത ദിവസമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കുന്നത് സൺഡേ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ടു ഈവനിങ് വരെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ നീർദോശയാണ്. അപ്പോൾ അതിനായിട്ട് അരിയും തേങ്ങയും നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ചധികം വെള്ളം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ചില സ്ഥലത്തൊക്കെ ഇതിൽ ചോറും കൂടി ചേർക്കാറുണ്ട്. നമ്മളിവിടെ തേങ്ങയും അരിയും വെള്ളവും മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കറിയായിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരിത്തിരി തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി കിട്ടും. തലേദിവസം വരുന്ന വഴിക്ക് നമ്മൾ ആലിക്കുട്ടിക്ക് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോമൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യത്തെ ബെഡും നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയായിരുന്നു. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഹൈറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞു ബെഡായതുകൊണ്ട് ആ ഒരു സൈസിൽ ബെഡൊക്കെ നമുക്ക് വാങ്ങിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഫോം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാലം വരെ ഇത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കുരുളോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കണം. ഈ ഫോം ഓരോ തിക്നെസ്സിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വേണ്ട അളവിൽ ഓരോ ഷീറ്റും ഓരോ അളവിലായിട്ട് വാങ്ങിയിട്ട് മുറിച്ചെടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ പോലെയുള്ളൊരു കട്ടർ വെച്ചിട്ടൊന്ന് മുറിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് റെഡിയായി കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ ബ്രെഡ് നൈഫ് ഉണ്ടല്ലോ, ഈ കുറച്ചൊരു ഒരേയുള്ളൊരു കത്തി, അത് വെച്ചിട്ടാണ് ഇത് ബാക്കിയൊക്കെ മുഴുവനായിട്ടൊന്ന് മുറിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ ഷീറ്റ്, ഈ ഒരു തുണി നമുക്ക് പൊതുവേ ഈ ഒരു ഫോമൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിൽ തന്നെ കിട്ടും. ബെഡ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ കുറച്ചധികം കട്ടിയുള്ള ഒരു ക്ലോത്ത് ആയിരിക്കും. ഇത് നമുക്ക് വേണ്ട അളവിൽ ഒന്ന് തയ്ച്ചെടുക്കാം. ഞാനിതിലൊരു സ്പേസ് വിട്ടിട്ട് തയ്ച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വലിയ സ്പേസാണ് വിട്ടത്. ഇതുപോലെ ഫോം അതിലേക്ക് ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് തുന്നിയെടുക്കണം. കുറച്ചധികം കട്ടിയുള്ള നൂല് വെച്ചിട്ട് തുന്നി കൊടുക്കുക. ബെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അനക്കി കഴിഞ്ഞാലൊന്നും ഈ ഒരു സ്റ്റിച്ച് വിട്ടു പോരുത്. ഇത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് എഫേർട്ടും സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ബെഡ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ സുഖം കേട്ടോ. ഇനി ലഞ്ചിനായിട്ട് ഇന്ന് ബിരിയാണിയാണ്, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ ഒന്നിച്ച് ചതയ്ക്കും. എനിക്ക് പൊതുവേ ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കണേ. പകരം മിക്സിയിലൊന്ന് ഒന്നിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി. ഭയങ്കരമായിട്ട് അരയ്ക്കാതെ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട്. ഇനി ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് കുറച്ച് മുളകും മഞ്ഞളും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ഒരിത്തിരി വിനാഗിരിയും
ഒരു അര സ്പൂണൊക്കെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഞാനിത് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പകരം പൊരിച്ചെടുത്താലും മതി. ഇതാകുമ്പോൾ ഒരു അര സ്പൂണൊക്കെ ഓയിലുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും നിരത്തി വെച്ച് കൊടുത്താൽ മതി. ഇത് കുറച്ച് നേരം ഓരോ സൈഡുമായിട്ട് ഒരു 1-2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് സവാള ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സാലഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും റെഡിയാക്കി എടുക്കുന്നുണ്ട്. സവാളയും കുക്കുംബറും പിന്നെ ആപ്പിളും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരിയും ഉപ്പും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി കിട്ടും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഈ ഒരു പരുവത്തിലാകുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറും കൂടി റെഡിയാക്കി എടുക്കാം. ഉള്ളി വഴറ്റുക, പിന്നെ കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെള്ളമൊക്കെ ചേർത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചും കൂടി എടുത്താൽ മതി. ഈ ഒരു സമയം കൂടെ നമ്മൾ ബാക്കി മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് തൈരും ഒരിത്തിരി നാരങ്ങ നീരും ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചോറും കൂടി റെഡി ആയിട്ടുണ്ടാവും. അത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു വിസിൽ വന്നാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എയറൊക്കെ കളയുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിലുള്ള റൈസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കൂട്ടോ. ബെഡിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനൊരു സമയം കിട്ടില്ല. സാലഡും തൈരും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതുപോലെ ചോറ് നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഫൈനലി സെർവ് ചെയ്യാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ടാസ്കും കൂടി ഉണ്ടായിരുന്നു. ഈ കാണുന്നൊരു ഷെൽഫിൻ്റെ ആ ഒരു ബോർഡൊക്കെ ആകെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യണമായിരുന്നു. ഇതുപോലെ ഈ ഒരു ഏരിയ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിന് മുകളിൽ ഇതുപോലെയുള്ള ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഒന്ന് മാറ്റണം. ഇതിനു മുമ്പ് നമ്മളൊരു വാൾപേപ്പർ ചെയ്ത സ്ഥലത്ത് ഇതുപോലെ മാറ്റാതെ ചെയ്തപ്പോൾ ആകെ വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതുപോലെ സ്ക്രൂ ഒക്കെ നന്നായിട്ട് ഊരി മാറ്റുക. ഈ ഒരു വാൾപേപ്പറാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. വാങ്ങിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു, പക്ഷെ വന്നപ്പോൾ കുറച്ച് ലൈറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു ബോർഡറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾപേപ്പറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ അറിയില്ല, അത് വന്നില്ല. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്ത് സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ബീഡിങ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. താങ്ക്സ് ഫോർ വാച്ചിങ്.